ക്രിസ്മസ് ദിനത്തിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന വീടും കാണാൻ പോകുന്ന ആളും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയാണ്. നമുക്ക് ആളിന്റെ ക്രിസ്മസ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടത്തിയേ, ക്രിസ്മസ് ഒക്കെ എവിടെ വരെ ആയി? ക്രിസ്മസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാവരെയും സന്തോഷം എനിക്ക് കിട്ടി. നമ്മുടെ ചാലുകാരെല്ലാവരും വന്ന്, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ ഇഷ്ടം പോലെ ആഹാരം കൊണ്ടുവന്നു. 10-40 പേർക്കുള്ള ആഹാരം കൊണ്ടുവന്ന് ഇഷ്ടം പോലെ. എൻ്റെ ഒരു ചിലവും വന്നില്ല. എനിക്ക് 1500 രൂപ ഇന്നലെയല്ല കിട്ടണേ. അപ്പം ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. എല്ലാം നമ്മുടെ ചാലുകാരാണ്, മനോരമ, മാതൃഭൂമി എല്ലാവരും ഉണ്ട്. അവരെല്ലാം സന്തോഷം എനിക്ക് കിട്ടി. അതുപോലെ എല്ലാം. പിന്നെ എനിക്കൊരു സങ്കടമുണ്ട്, മറ്റുള്ളവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. കുറേ പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു, കിട്ടാത്തവരൂടെ വന്നായിരുന്നു. ആ ഒരു സന്തോഷമുണ്ട്. എൻ്റെ സ്വന്തമായ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. പിന്നെ എൻ്റെ എല്ലാവരും കൊണ്ടുവന്ന് എല്ലാ ചാലുകാരും സന്തോഷമായിട്ട് എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും എന്നോട് നല്ല രീതിയിൽ കൂടി. ഉറങ്ങലത്തു നിന്ന് കുറേ പിള്ളേർ വന്ന് 10-40 പേരുടെ ആഹാരം കൊണ്ടുവന്ന് ഇഷ്ടം പോലെ തിന്നു. എൻ്റെ അയൽവാസികളെല്ലാം വന്നു, അവർ സന്തോഷിച്ചു. ഇനി എത്ര മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്? ഇനി 4 മാസത്തെ. 4 മാസത്തെ. അത് ഇന്നും ആൾക്കാർ വന്നു പെൻഷൻ കിട്ടാത്ത. ഇന്നും കിട്ടിയിട്ടില്ല. ഇന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഇനി അത് എന്ന് കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എന്ന് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റിയല്ലോ. ഇവരുടെ കയ്യിലല്ല കിട്ടിയേക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് കുറ്റമൊന്നും പറയുന്നില്ല. ഈ ടി വിയിലൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അടിപൊളിയാ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുഖമായിട്ട് ഞാൻ കഴിഞ്ഞിട്ടില്ല. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ എല്ലാ ചാലുകാരും വന്നു. എനിക്കെല്ലാം ചെയ്യാനുള്ള എല്ലാം ചെയ്തു. അതുപോലെ എല്ലാ പിള്ളേരും എല്ലാ പാർട്ടിക്കാരും പിണ്ടായിട്ട് പാർട്ടിക്കാരെല്ലാം വന്നു സന്തോഷമായിട്ടും കൂടി. പിന്നെ അവരുടെ പാർട്ടി വരികയില്ല. പിണ്ടായിട്ട് CPM-കാരല്ലാത്തവരെല്ലാം വന്നു. എല്ലാവരുടെയും സന്തോഷം എനിക്ക് കിട്ടി. എൻ്റെ അയൽവാസികളെല്ലാം കണ്ട് അവർക്കും സന്തോഷമായിട്ടിരിക്കണം. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വലിയ സന്തോഷം കിട്ടാനില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണിത്. ഇനി ഇതിൽ കൂടുതലൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. കൂട്ടുകാരെ കണ്ടായിരുന്നോ? ക്രിസ്മസ് കൂട്ടുകാരിയും ഉണ്ടായിരുന്നല്ലേ. കൂട്ടുകാരി അതൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ പോയിരുന്നു. അല്ല, ഞാൻ പോകാറില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ പോക്ക്. ഞാൻ പള്ളിയിൽ പോയിട്ട് 6 മാസമായി. ഇനി ഞാൻ പോകണമില്ല. പോകണമെന്ന് പറഞ്ഞാൽ അതുപോലെ വന്നാലേ പോകണുള്ളൂ. ഈ രീതിയിൽ അവർ മുന്നോട്ട് പോയാൽ ഞാനില്ല. പള്ളിക്കാർ കാരണം രാഷ്ട്രീയവും പള്ളിക്കാരായിട്ട് വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് പോകണില്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ബക്കറ്റ് പിടിക്കണം, ആ ബക്കറ്റ് അവിടെയുണ്ട്, പള്ളിയിലും ഉണ്ട്. എങ്ങും കുറവൊന്നുമില്ല. അത് എനിക്ക് അത്ര താല്പര്യമൊന്നും. ഞാൻ ബൈബിളിൽ നോക്കി, അങ്ങനെയൊന്നും കാണുന്നില്ല. ബൈബിളിലില്ല. നല്ല അടിപൊളിയായിട്ടാണ് വയ്ക്കില്ല സാറുമാർ. നല്ല സാറുമാരാണ് 2 പേരും. ഒറ്റ പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. എറണാകുളത്തും അതെ, അടിമാലിലും അതെ, എല്ലാം അതെ. നല്ല കഴിവുള്ള വക്കീലന്മാരാണ് 2 പേരും. ഞങ്ങളായിട്ട് ഞാൻ വിജയിക്കും. ഞാനല്ല, ഇവിടെ എല്ലാവർക്കും സന്തോഷം അവർ തരും. സർക്കാരിനോട് ഞങ്ങൾക്ക് ഈ ഭരണം വേണ്ട. ഇത് തന്നെ പറയാനുള്ളൂ. ഈ പിണ്ടായുടെ ഭരണം ഞങ്ങൾക്ക് വേണ്ട. എത്രയും വേഗം മാറി തന്നെ സന്തോഷം. കാരണം മനുഷ്യൻ വലഞ്ഞു. ഈ ക്രിസ്തുമസിന് പോലും കിട്ടാത്തവർ ഒരുപാട് പേര്. ഈ പ്രധാനമന്ത്രി തന്നില്ല ഞങ്ങൾക്ക് ക്രിസ്തുമസ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ BJP എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് BJP അരി തന്നെ. ഇത് കോടി ഒന്നും ഇറങ്ങില്ലേ. ഇവരുടെ അരി എനിക്ക് മാസം 4 ഇല്ല. പ്രധാനമന്ത്രിയുടെ 5 കിലോ ഉണ്ടാകും. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് പോയി. ഇപ്പം അത് കഴിഞ്ഞ് 6000 രൂപ മാസം തന്നുണ്ട്. അതും മംഗളല്ലേ, ഒരു മരുന്ന് മേടിക്കാനും വസ്ത്രം മേടിക്കാൻ അതും മതി. അപ്പോൾ ഇവരുടെ 4 കിലോ അരി കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് മാത്രമേ എനിക്ക് കിട്ടണൂ. വേറെ ഒന്നും വീട്ടിൽ സഹായം എനിക്കൊന്നല്ല, ഭൂരിപക്ഷമാകും. പിന്നെ അവരുടെ പാർട്ടിക്കാർക്കുണ്ട്. എൻ്റെ കൂടെ വയ്ക്കണ കുഞ്ഞന്നമ്മയ്ക്ക് 30 അരിയുണ്ട്. നമ്മുടെ ഈ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് ക്രിസ്മസ് ആശംസിക്കാം. എല്ലാവരോടും സന്തോഷം. എല്ലാ രാഷ്ട്രീയ എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ഒരാളെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരോടും എൻ്റെ ക്രിസ്മസ് ഞാൻ നിങ്ങൾ ഘോഷിച്ചില്ല. എനിക്ക് എല്ലാവരും എൻ്റെ ചാലുകാരും എൻ്റെ എല്ലാ പാർട്ടിക്കാരും CPM ഒഴിച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട്. സദ്യ മംഗളായി. എല്ലാ മനോരമ, മാതൃഭൂമി എല്ലാ പാർട്ടിക്കാരും പേരറിയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം. എല്ലാവരോടും നന്ദി പറയുന്നു. സന്തോഷം. അപ്പോൾ സന്തോഷവതിയാണ് മറിയക്കുട്ടി ചേട്ടത്തി. അടിമാലിയിൽ നിന്നും ക്യാമറാമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നന്ദുഷ S, മാതൃഭൂമി ന്യൂസ്.